നിങ്ങൾക്ക് കോഡിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കൊരു പ്രോഗ്രാമർ ആവണോ? എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആകാം? ഒരു വെബ് ഡെവലപ്പർ എങ്ങനെ ആകാം? എങ്ങനെ പ്രോഗ്രാമിംഗ് എബിലിറ്റി നേടിയെടുക്കാം? ലോജിക്കൽ തിങ്കിങ് സ്കിൽ എങ്ങനെ നേടാം? ഇതെല്ലാം അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അപ്പിറ്റ്കോ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മധു. ഈ വീഡിയോ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചാണ്. എന്തിന് സി പ്രോഗ്രാമിംഗ് പഠിക്കണം? സി പ്രോഗ്രാമിംഗ് പഠിച്ചാലുള്ള ഗുണം എന്ത്? അതുപോലെ തന്നെ ഇത്രയും മോഡേൺ ലാംഗ്വേജ് ഉള്ള ഈ കാലഘട്ടത്തിൽ ഈ സി ലാംഗ്വേജിൻ്റെ പ്രാധാന്യം എന്ത്? സി ലാംഗ്വേജ് ഇനി പഠിച്ചു എന്നെങ്കിൽ അത് എങ്ങനെ പഠിക്കണം? അതുപോലെ IT ഫീൽഡിലേക്ക് എൻട്രി ആവുന്നവർക്കും പ്രോഗ്രാമിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് പഠിക്കണം എന്ന് ആശയക്കുഴപ്പമുള്ളവർക്കും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ചിത്രം അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷെ ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അടുത്തത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അങ്ങനെയെങ്കിൽ നമുക്ക് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ് എന്ന് നോക്കാം. ഇലക്ട്രോണിക് മെഷീൻ ആയിട്ടുള്ള കമ്പ്യൂട്ടർ, മൊബൈൽ മുതലായ ഇലക്ട്രോണിക് മെഷീന് തിരിച്ചറിയുന്ന ലോ ലെവൽ പ്രോഗ്രാമിംഗ് ആണ് മെഷീൻ കോഡ്. ഇതിൽ വൺസ് ആൻഡ് സീറോസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിൽ ഡയറക്റ്റായിട്ട് പ്രോഗ്രാം എഴുതിയാൽ അതിനെ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയും. ഇത്രയും ലോ ലെവലിൽ പ്രോഗ്രാമിംഗ് എഴുതുക എന്നത് വളരെ കഷ്ടമുള്ള ഒരു വിഷയമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് അസംബ്ലി ലാംഗ്വേജ്. ഈ അസംബ്ലി ലാംഗ്വേജ് കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതും ഒരു ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതല്ലാതെ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എല്ലാം ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സി ഉൾപ്പെടെ, ഉദാഹരണം പറയുകയാണെങ്കിൽ C++, ജാവ, പൈത്തൺ, അതുപോലെ തന്നെ ഇന്ന് കാണുന്ന എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പക്ഷേ സി ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും അത് ലോ ലെവലിൽ വർക്ക് ചെയ്യും. എന്തെന്നാൽ സി പ്രോഗ്രാമിലൂടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിനു പുറമെ എപ്പോഴൊക്കെ നമുക്ക് ചെറുതായിട്ടും പക്ഷെ വേഗത്തിൽ എക്സിക്യൂഷൻ നടക്കണോ അപ്പോഴൊക്കെ സി ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു മെഷീൻ നിർമ്മിച്ചു അല്ലെങ്കിൽ ഒരു ഡിവൈസ് നിർമ്മിച്ചു. ആ മെഷീന് വേണ്ടി മാത്രം ഒരു പർട്ടിക്കുലർ നോളേജ് നൽകണം, അല്ലെങ്കിൽ അതിന് സ്വയം നിയന്ത്രിക്കാനും അല്ലെങ്കിൽ സ്വയം പ്രവർത്തിക്കാനും കഴിവ് നൽകുന്ന ഒരു പ്രത്യേക നോളേജ്. ഇങ്ങനെയുള്ള ഈ പ്രക്രിയയെ പറയുന്ന പേരാണ് എംബഡിങ്. ഈ എംബഡഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോഗ്രാമിംഗ് വളരെ ചെറുതായിരിക്കണം. അതിൻ്റെതായ എല്ലാ പോസിബിലിറ്റീസും നമുക്കതിലൂടെ നിർവഹിക്കാനും കഴിയണം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സി ലാംഗ്വേജ് ആണ് ഇന്ന് കൂടുതലായും യൂസ് ചെയ്യുന്നത്. ഇനി സി ലാംഗ്വേജ് എവിടെയെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്പിളിൻ്റെ മാക് OS കേർണലിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ ക്രോമിൻ്റെ OS ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഫോണിൻ്റെ ആൻഡ്രോയിഡ്, അതുപോലെ ആപ്പിളിൻ്റെ iOS, RDBMS എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ ഡേറ്റാബേസിൻ്റെ നിർമ്മിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഈ സി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതുപോലെ സിസ്റ്റത്തിൻ്റെ കൂടെ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ട പ്രോഗ്രാംസ് എല്ലാം സി യൂസ് ചെയ്താണ് എഴുതിയിട്ടുള്ളത്. ഇന്ന് നോക്കുമ്പോൾ സി ലാംഗ്വേജ് ഇല്ലാത്ത കോഴ്സ് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്നത്തെ 10th ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡിപ്ലോമ, കമ്പ്യൂട്ടർ സയൻസ്,
കോഴ്സുകൾ ഉൾപ്പെടെ ഇവിടങ്ങളിലെല്ലാം തന്നെ, അതുപോലെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, ഡിപ്ലോമ കോഴ്സുകളായിക്കോട്ടെ, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഏത് കോഴ്സിലും നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സിലബസിൻ്റെ ഭാഗമായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് സി. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഇല്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. ഒരു പവർഫുൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് സി. ഇനി സി ലാംഗ്വേജിൻ്റെ ബേസിക് തിങ്സ് ആയിട്ടുള്ള വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ്, അതുപോലെ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റർ, അടുത്തതായിട്ടുള്ള എക്സ്പ്രഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്, സ്റ്റാൻഡേർഡ് സി ലൈബ്രറി. ഇത്രമാത്രം പഠിച്ചാൽ കൂടി നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രോഗ്രാമിങ്ങും നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഏതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോഴും നമുക്കത് നമ്മളുടെ ഈ അറിവ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇന്ന് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ എല്ലാം റൂട്ട് സി ആണ്. ഇന്നിപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, അതുപോലെ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ, ഡിവൈസ് ബേസ്ഡ് ആപ്ലിക്കേഷൻ, അതുപോലെ ഓട്ടോമേഷൻ. ഇപ്പോൾ ഈ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആയ C++, അതുപോലെ തന്നെ ജാവ, C#, ഇതിൻ്റെ എല്ലാം റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ സി ആണ്. അപ്പോൾ ഇത് സി പഠിച്ചെങ്കിൽ C++ പഠിക്കാൻ എളുപ്പമാണ്, അതുപോലെ ജാവ പഠിക്കാൻ എളുപ്പമാണ്, C# പഠിക്കാൻ എളുപ്പമാണ്. അതുപോലെ ഇതിന് ശേഷം വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ, ഈ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്തിട്ടുള്ളത് ജാവാസ്ക്രിപ്റ്റ് ആണ്. അതുപോലെ അതിൻ്റെ ബാക്ക് എൻഡിൽ യൂസ് ചെയ്തിട്ടുള്ളത് C#, അതുപോലെ PHP, JSP. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡിലും ബാക്ക് എൻഡിലും യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സി ആണ്. അങ്ങനെയെങ്കിൽ സി പഠിച്ചെങ്കിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് പഠിക്കാൻ എളുപ്പമാണ്, അതുപോലെ C# പഠിക്കാൻ എളുപ്പമാണ്, PHP പഠിക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ JSP പഠിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ ഇത് എത്രമാത്രം പ്രസക്തി ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിലൂടെ തന്നെ കഴിയുന്നതാണ്. അതുപോലെ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഓട്ടോമേഷൻ. ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ ഫോട്ടോഷോപ്പ്, ഫ്ലാഷ്, ഈ പറയുന്ന സോഫ്റ്റ്വെയർസിൻ്റെ എല്ലാം ആപ്ലിക്കേഷനിലുള്ള സോഫ്റ്റ്വെയറിൻ്റെ ആക്ഷൻ സ്ക്രിപ്റ്റ് എന്നുണ്ട്. ഇതെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ സി ലാംഗ്വേജസിനെ കുറിച്ച് അടുത്തതായിട്ട് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ, സി ലാംഗ്വേജസ് ഫെസിലിറ്റീസ് വളരെ കുറവാണ്. മറ്റുള്ള മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ അപേക്ഷിച്ച് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈത്തൺ, ജാവ, ജാവാസ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇന്നുള്ള മിക്കവാറും എല്ലാ മോഡേൺ ലാംഗ്വേജസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സി ലാംഗ്വേജസിൻ്റെ ഫെസിലിറ്റീസ് അല്ല, സൗകര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ഈ മോഡേൺ ലാംഗ്വേജസിൽ വളരെയേറെ ലൈബ്രറീസും അതുപോലെ തന്നെ ഇൻബിൽറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ആയതുകൊണ്ട് നമുക്ക് അതുപയോഗിച്ച് വേഗത്തിൽ പ്രോഗ്രാം ചെയ്തിട്ട് പോകാം. പക്ഷേ നമുക്ക് പ്രോഗ്രാമിംഗ് സ്കിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എബിലിറ്റി അത് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിലോ, അതുപോലെ തന്നെ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിലോ അതിന് സി ലാംഗ്വേജിലെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച്, അതുപോലെ പരിമിതമായിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ തന്നെ ആവർത്തിച്ച് നിരവധി തവണ ഒരു ഫങ്ഷൻസിനെ ഉപയോഗപ്പെടുത്തുമ്പോഴും, അതുപോലെ അതിനുവേണ്ടി മാനുവലായിട്ട് നമ്മൾ തന്നെ ഓരോ കോഡും എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് പ്രോഗ്രാമിംഗ് സ്കിൽ അതുപോലെ ഡെവലപ്പ് ആവുകയുള്ളൂ. അതുപോലെ ലോജിക്കൽ തിങ്കിങ് എന്ന സ്കിൽ ആർജിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഈ പ്രോഗ്രാമിംഗ് എബിലിറ്റി നേടുമ്പോൾ നമുക്ക് മോഡേൺ ലാംഗ്വേജസിലുള്ള ലൈബ്രറീസും അതുപോലത്തെ ഇൻബിൽറ്റ് ഫങ്ഷൻസും നമുക്ക് ഫലവത്തായി യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇത് ഇല്ലെങ്കിൽ ഈ സി ലാംഗ്വേജ് പഠിക്കുന്നത് കൊണ്ട് ഉള്ള, അല്ലെങ്കിൽ സി ലാംഗ്വേജ് ആവർത്തിച്ച് നമ്മൾ അതിലുള്ള ഫങ്ഷൻസും അതുപോലെ തന്നെ മറ്റുള്ള ലൂപ്പ് ആയാലും ശരി, ഈ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഫങ്ഷൻ എങ്ങനെ യൂസ് ചെയ്യണം, അത് എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന സമയം നമ്മളുടെ മൈൻഡിൽ പതിയുന്നോ അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിൽ പതിയുന്നോ,
അതിനനുസരിച്ചാണ് നമുക്കുള്ള ലോജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എബിലിറ്റി ഡെവലപ്പ് ആവുന്നത്. ആയതുകൊണ്ട് അത് 1-2 ദിവസം കൊണ്ട് സ്വായത്തമാക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എബിലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇത് സി ലാംഗ്വേജിലൂടെ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് സ്കിൽ നമുക്ക് അതുപോലെ തന്നെ ലോജിക്കൽ തിങ്കിങ് എബിലിറ്റി നേടാൻ കഴിയുന്നതാണ്. ഇപ്പോൾ സി ലാംഗ്വേജിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ അല്ലെങ്കിൽ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കാണും എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ സി ലാംഗ്വേജിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ സി പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽ സീരീസ് ഈ വരുന്ന ജൂലൈ 2-ാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. കോഡിംഗ് അല്ല പ്രോഗ്രാമിംഗ് പഠിക്കണം എന്ന് താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണും എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ്.